ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിൻ്റെ നോർത്ത് സൈഡിലായിട്ട് ഷാന്റിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാറ്റർ ഡ ഷാന്റിലി. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരാൾ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വാൾ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. അതിൻ്റെ അടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് രാത്രി നല്ല മഞ്ഞായതുകൊണ്ട് ഇതൊക്കെ കണ്ട ബ്ലും 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 വെള്ളം ഇങ്ങനെ മേലെ കയറി കിടക്കുന്നത്. അത് നമ്മളിങ്ങനെ തുറച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് ഡയറക്റ്റ് വന്നപ്പോൾ ഇവിടെ വേറെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടി വന്നിട്ട് മേലേക്ക് നോക്കി പണ്ടാ അത് പക്ഷെ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അത് ഇത് ശരിക്കും ഒരു കൊട്ടാരം തന്നെ ഉണ്ട്. പണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ പണ്ട് രാജാക്കന്മാർ ഹണ്ട് ചെയ്ത് കൊന്ന് ഗ്രില്ലടിച്ച് തിന്ന സാധനങ്ങളുടെയൊക്കെ തലയും തൊലിയൊക്കെ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരാണോ അത് ഇവിടെ ആരുടെയാണെന്ന് അറിയില്ല, കുറേ തല ഇതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഞാൻ വിധേയനിലെ മമ്മൂട്ടിയുടെ ഒരു ഫ്രെയിം പിടിക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. പണ്ട് രാജാവ് ഏതോ സ്പെല്ലിംഗ് ബി കോൺടെസ്റ്റിന് ചെന്ന് ജയിച്ചിട്ട് ഏതോ സമ്മാനമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതി ഞാൻ എൻ്റെ കഴുത്തിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ ഫോണിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തിൻ്റെ അടി പോയി കഴിഞ്ഞാൽ അവരുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പർ അമർത്തി കഴിഞ്ഞാൽ നമുക്കിത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ നമുക്ക് വേണ്ടിച്ചാൽ പറഞ്ഞുതരും. ഇതാണ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഐസ്റ്റേൻ്റെ മാതിരി ഒരു അപ്പൂപ്പം നിൽക്കണം, നല്ല ഫ്രെയിം. അപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് ഒരു ഷോട്ടും പിന്നിലേക്ക് ഒരു ഷോട്ടും കൂടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ വിജൃംഭിച്ച ഒരു ഹോളിൽ കൂടെ ഞാൻ നടക്കുമ്പോൾ തരാ ഒരു കണ്ണാടി ഇതായി. പിന്നെ ഞാൻ പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അവിടുത്തെ ലൈബ്രറിയിലാണ്. എൻ്റെ മോനെ ഇത്ര ബുക്കുകളെന്നറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ വലിയതായിട്ടുള്ള ചെറുതായിട്ടുള്ള കുറേ ബുക്കുകളുണ്ട്. ഇതാണ് ഇത് ഏറ്റവും വലിയ ബുക്ക് ഞാൻ മറക്കണത്, ഏറ്റവും ചെറിയ ബുക്ക് നമ്മളിത് കൂടെ നിന്നിട്ട് എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓരോ വിഷയം പെയിൻറ്റിങ്ങുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ പണ്ട് ഫ്രഞ്ച് റവല്യൂഷന് മുന്നേ യുദ്ധത്തിന് പോകുമ്പോഴാണ് തോന്നുന്നു രാജാക്കന്മാർ ഉണക്കാനിട്ട ഡ്രസ്സുകളാണ് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ മറന്നാണ് തോന്നുന്നു. അപ്പോൾ ഒരു മ്യൂസിയത്തിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് അതിൻ്റെ പുറം ഭാഗം. അതിൽ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് സൈഡും കണ്ട് പുഴ ഇങ്ങനെ കിടക്കുന്നത്. പുഴയല്ല, അതിൻ്റെ സൈഡിൽ ചെറിയൊരു വട്ടത്തിലൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് മറ്റേ ക്രൊക്കഡൈലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെക്കില്ല, അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ വാവായിട്ട് തോന്നിയില്ല. കാരണം ഈ സാധനമൊക്കെ പണ്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ നമ്മുടെ പാലക്കാട് കോട്ടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.